ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ്. അവരെങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങളെ നോക്കി കാണുന്നത്, അവർക്ക് ഇതിനകത്തേക്ക് വരാനായിട്ട് താല്പര്യമുണ്ടോ, എന്താണ് അവരുടെ മനസ്സിനകത്തുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്ത് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനേക്കാളും അല്ലെങ്കിൽ നിങ്ങളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് മറ്റേതെങ്കിലും കാര്യത്തിന് കൊടുത്തിട്ടുണ്ടാവാം. ഒരു പക്ഷേ അതവരുടെ ഒരു സെൽഫ് ഗ്രോത്തിനുള്ളൊരു കാര്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനോ, മണി മാറ്റേഴ്സിനോ, അല്ലെങ്കിൽ വ്യക്തികളോടാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളിൽ നിന്ന് പതിയെ അകന്നു പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതായത് അവർ കൂടുതൽ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് നിങ്ങളെയും അതുപോലെ തന്നെ ആ ഒരു മറ്റൊരു സാഹചര്യത്തെയും വെച്ച് നോക്കിയപ്പോൾ അങ്ങോട്ടേക്കാണ് അവർക്ക് ചായ്വുണ്ടായത്. സോ ആ ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മേ ബി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരുപാട് അംബീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് മോഹങ്ങളുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. അതായത് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നേടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ ഇറങ്ങി പുറപ്പെടുന്ന തരത്തിലുള്ള ഒരു നേച്ചറുള്ള വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് എന്നുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സെപ്പറേഷന് ഇനിഷ്യേറ്റീവ് എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്തരത്തിലാവാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഒരു പരിധിവരെ അവരുടെ ആ ഒരു സെൽഫിഷ്നെസ്സാണ്. അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസ് കൂടുതൽ കാണാതെ അവരുടെ തന്നെയുള്ള ആ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളിവിടെ അവരുടെ ഒരു കറൻറ്റ് എനർജി നോക്കുമ്പോൾ ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെ കാഴ്ചപ്പാടിനാവാൻ മാറ്റം ഉണ്ടായിട്ടുണ്ടാവുക. കാരണം അവരവരുടെ ആ ഒരു ഫോക്കസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യം പതിയെ പെൻഡിങ്ങിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു മാരേജ് ഫിക്സ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള പേഴ്സൺസ് ആയിരിക്കാം. ചിലപ്പോൾ ലൈഫ് ലോങ് കൂടെ കാണുന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു പെൻഡിങ്, അല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നെ ആവട്ടെ, ചിലപ്പോൾ തീർത്തും ഉപേക്ഷിച്ചതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിന്തള്ളി മാറ്റിയിട്ടാണ് അവർ മുന്നിലോട്ട് പോയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിന് മാറ്റം വന്നിട്ടുണ്ട്. അതായത് അവർ എന്തിനു വേണ്ടിയിട്ടാണോ ഇറങ്ങിത്തിരിച്ചത് ആ ഒരു കാര്യങ്ങളിൽ നിന്ന് പതിയെ വീണ്ടും അവരുടെ ഒരു ഫോക്കസ് നിങ്ങളിലേക്ക് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലരുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ആയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുണ്ടാവുള്ളൂ. മറ്റു ചിലർക്ക് ചിലപ്പോൾ ഒരുപാട് ടൈം ആയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു റിട്ടേണിങ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് മേ ബി ഇപ്പോൾ നിങ്ങളിലേക്കാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഏത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഉപേക്ഷിച്ച് പോയത്, അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, അത് അവർക്കവിടെ നടന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കതിനെക്കുറിച്ച് ഒരുപാട് നിരാശയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലോസ് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർക്കിവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു വാല്യൂ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞൊന്ന് ആശ്വസിക്കാനായിരിക്കാം, ഒരു പക്ഷേ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടും അവർക്ക് ഒന്നും ആവാൻ പറ്റാഞ്ഞതിൻ്റെ നിരാശ കൊണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫോക്കസ് ഇപ്പം ഇങ്ങോട്ട് തിരിയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ അവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് നിരാശയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി പോയതുകൊണ്ടായിരിക്കാം. അത് എത്രയും വേഗം തിരിച്ചെടുക്കണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള ഒരു ആവേശം ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഉണ്ടാവുന്നുണ്ട്. അതിപ്പോൾ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെൻ്റലി ആണ്, അല്ലെങ്കിൽ ഇമോഷണലി ആയിക്കോട്ടെ, ആ ഒരു പേഴ്സൺ എല്ലാ തരത്തിലും നിങ്ങളോടുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവേശം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അങ്ങനെയാണ് അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ ലൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല.
അപ്പോൾ നേരത്തെ ഒട്ടും ഫോക്കസ് നിങ്ങൾക്ക് തരാതിരുന്ന ഒരു വ്യക്തിയാണിതെങ്കിൽ ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരു ഡിപ്പെൻഡൻസി തോന്നുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ എൻ്റെ കൂടെ തന്നെ വേണം, അവർ മറ്റാരും ഷെയർ ചെയ്യാൻ പാടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിനി അവരിലേക്ക് എത്തുന്ന ഒരു സമയത്ത് അവർ മറ്റാരുടേതെങ്കിലും ആയി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ, ഇങ്ങനെയുള്ളൊരു പല ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും അവർക്കിപ്പോൾ നിങ്ങളെ കൊണ്ട് ഒരുപാട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി അവർ നേടാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗോൾ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളോടൊപ്പം നിന്ന് നേടണം എന്നാണ് അവരുടെ മൈൻഡിനകത്തുള്ളത്. അതായത് നമ്മൾ ഈ ഒരു ലക്കി ചാം എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവരുടെ ലക്ക് എന്ന് വേണമെങ്കിൽ അവർക്ക് തോന്നുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയം അവർ നിങ്ങളോടൊപ്പമുള്ള ആ ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ തീർത്തും നോ കോൺടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പൂർവാധികം ശക്തമായിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, അവരുടെ ലൈഫിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പുതുതായിട്ട് തുടങ്ങാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ അവരുടെ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഭവങ്ങളായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളോടൊപ്പം മതി ആ ഒരു കാര്യവും, അല്ലെങ്കിൽ അവരുടെ ഒരു കരിയർ ഗ്രോത്ത് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിന് നിങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ട് വേണം. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവർ ഉയരുമ്പോൾ നിങ്ങളും കൂടെ വേണം എന്ന് തന്നെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് അവരിപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷനിൽ അവർ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ഒപ്പം ഉള്ളവരുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കും ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്കും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു സോണിലേക്ക് വരാനായിട്ടാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അബണ്ടൻസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ് ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുള്ളത്. ഒരു പക്ഷേ ഈ വ്യക്തി ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനകത്തൊക്കെ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണിതെങ്കിൽ അവരോടൊന്നും പറയാതെ വളരെ എന്താ പറയുക, സൈലൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഹൈഡിങ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റാരോടും പറയാനോ ഷെയർ ചെയ്യാനോ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ വീണ്ടും തുടങ്ങിയതോ, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നതോ ഒന്നും മറ്റാരും അറിയരുത് എന്ന് വേണമെങ്കിൽ ഈ ഒരു പേഴ്സൺ പറയാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇവർ അത്രത്തോളം ഒരു സീക്രസി ഈ ഒരു സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറൻറ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുള്ള ആ ഒരു പ്ലേസിൽ അവരൊട്ടും ഹാപ്പി അല്ല എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ അൺസാറ്റിസ്ഫൈഡ് ആണ്. അതായത് അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ, അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നിലനിൽപ്പല്ല അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു പേഴ്സണുള്ളത്. അപ്പോൾ ഇവർ മെൻ്റലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ കോൺഫ്ലിക്റ്റ് അവരുടെ മൈൻഡിനകത്ത് തന്നെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരോട് ചിലപ്പോൾ അടി വയ്ക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ടാവാം. അവർ തമ്മിൽ ചിലപ്പോൾ പരസ്പരം ചേരാത്ത സംഭാഷണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ അവർ തീർത്തും താല്പര്യപ്പെടുന്നില്ല. അവർക്കതൊരു ബോർഡമാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ചില സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗതി പിടിക്കില്ല എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ആകെ ഒരു മുരടിച്ച അവസ്ഥ എന്നാണ് അവരുടെ ഒരു മൈൻഡിനകത്തുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരു തേർഡ് പാർട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നിട്ട് ആ ഒരു റീസ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ ആ ഒരു റീകൺസിലിയേഷനൊക്കെ ശേഷം മറ്റുള്ളവർ അറിഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ ആ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരുന്നതിന് എതിർപ്പുള്ള ആരെങ്കിലും കാണും. അപ്പോൾ മറ്റുള്ളവർ ഇനി കൂടുതൽ ഇതിനകത്തേക്ക് ഒരു എതിർപ്പുമായിട്ട് വരണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഒരു മനസ്സുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി പോരണം, ഇനി അങ്ങോട്ടേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവരുത് എന്ന് തന്നെ ചിന്തിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം അവരുടെ ഒരു മൈൻഡ് മടുത്തു പോയിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അത്രയും അവർ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒട്ടും താല്പര്യമില്ലാതെ അവിടെ തന്നെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ അവരങ്ങോട്ടേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വന്നൊരു ന്യൂ ബിഗിനിങ് വേണം എന്നുള്ളൊരു ആഗ്രഹം ആ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇതൊന്നും ചിലപ്പോൾ അവർക്ക് പബ്ലിക്കലി പറയാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടത് ഓപ്പണായിട്ട് പറഞ്ഞിറങ്ങി പോരാനൊന്നും ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ കഴിയാത്തൊരു സാഹചര്യമായിരിക്കാം. എങ്കിലും മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ അവർക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ അവരുടെ ഒരു ഇന്നർ മൈൻഡിൽ അവർ ആ ഒരു പ്ലേസിൽ നിന്ന് മൂണായി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള സിറ്റുവേഷനോ അല്ലെങ്കിൽ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് അവർ ഇറങ്ങിപ്പോന്നിരിക്കുന്നു. അവരുടെ മനസ്സിന് ഇനി അവിടെ ഒട്ടും നിൽക്കാനായിട്ട് താല്പര്യമില്ല, അല്ലെങ്കിൽ അവരുടെ സോൾ അത് ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ഒരു ഫിസിക്കൽ ബോഡിക്ക് ചിലപ്പോൾ അവിടെ നിൽക്കേണ്ടി വന്നേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കേണ്ടതായിട്ട് വന്നേക്കാം.
അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒട്ടും താല്പര്യമില്ലാത്തൊരു മനസ്സിലാണ് ആ ഒരു പേഴ്സൺ അവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പൂർണ്ണമായിട്ടൊരു ആവേശത്തോടു കൂടി അല്ലെങ്കിൽ പൂർവാധികം ശക്തമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇനിയുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ നിങ്ങളും കൂടെ ഉണ്ടാവണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അത്രയും എന്താ പറയുന്ന ഒരു ഡിപ്പെൻഡൻസി നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഏകദേശം നിങ്ങളുടെ ഒരു സിറ്റുവേഷനോ എനർജിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് കോൺടാക്റ്റ് വന്നിട്ടുണ്ടാവാം. പക്ഷേ കോൺടാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫിസിക്കൽ അട്രാക്ഷൻ കൊണ്ട് മാത്രം തിരിച്ചു വന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ കൂടിയേക്കുവാണോ എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ തെറ്റ് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനോ യാതൊരു വാല്യൂം തരാതെ അവരുടെ ഒരു സെൽഫ് ഗ്രോത്ത് നോക്കി അവർ ആ ഒരു വഴിക്ക് പോയി. ചിലപ്പോൾ നിങ്ങളോട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഫ്യൂച്ചറിന് കുറച്ചും കൂടി അതാണ് നല്ലത്, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് അങ്ങനെ തീരുമാനം എടുക്കൂ എന്നൊക്കെ ഒരു പേഴ്സൺ ചിലപ്പോൾ പറഞ്ഞു കാണാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ അവർ അത്രത്തോളം കെയർ ചെയ്തില്ല, അവരുടേതായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഒരു റീകൺസിലിയേഷൻ ആവാം എന്ന് പറഞ്ഞു വരുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു മിസ്റ്ററി, എന്തുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനംമാറ്റം വന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരു തോട്ട്സ് നിങ്ങളിലൂടെ പോയേക്കാം. അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ ഓടിച്ചു വിട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നതായിരിക്കും, അങ്ങനെയുള്ളൊരു തോട്ടും നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചൊരു ഇമ്മച്യൂർ എനർജിയാണ്. ചിലപ്പോൾ ഏജൊക്കെ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് നോക്കുമ്പോൾ അത്രയധികം ഒരു മെച്യൂരിറ്റി കാണണമെന്നില്ല. അതായത് ഇവർ വലിയ പ്രാക്ടിക്കലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ അഡ്വൈസ് ചെയ്യുന്നത് പലപ്പോഴും നിങ്ങളായിരുന്നിരിക്കാം. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് പല കാര്യങ്ങളിലും നിങ്ങളായിരിക്കാം ഇവർക്കൊരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കുന്നത്. കാരണം മറ്റുള്ളവരെ മനസ്സിലാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെയുള്ളൊരു പക്വത ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ കുറവാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ പലവർക്കും ഭൂരിഭാഗം വ്യക്തികൾക്കും നിങ്ങളെക്കാൾ ഏജ് കുറഞ്ഞ വ്യക്തികളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺസ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്കായിട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ടിനായിട്ട് ഈ ഒരു പേഴ്സൺ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വീണ്ടും ആ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ആ ഒരു റീകൺസിലേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടൊരു ന്യൂ ബിഗിനിങ് തന്നെയാണ് അവരുടെ മനസ്സിനകത്തുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് എനർജീസൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഇത്തരത്തിൽ നേച്ചറുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങളെക്കാൾ ഏജ് കുറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്, കുറച്ച് ഇമ്മച്യൂർ ആയിരിക്കാം, അത്രയധികം ഒരു പക്വതയൊന്നും പല കാര്യങ്ങളിൽ കാണിക്കാത്തൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് ഇപ്പോൾ വീണ്ടും വരാനായിട്ട് അവർക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടോ? അപ്പോൾ ചിലവർ ഓൾറെഡി വന്നവരായിരിക്കാം, ചിലവർ വരാനായിട്ട് തയ്യാറെടുക്കുന്നവരായിരിക്കാം. മറ്റു ചില വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് സൂചന കിട്ടിയിട്ടുണ്ടാവുക ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്കൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ നേരത്തെ പോയിട്ടുള്ളതെങ്കിൽ അതെല്ലാം പതിയെ റിലീസ് ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു അട്രാക്ഷൻ ഏതെങ്കിലും തരത്തിൽ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർ വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് സത്യമാണ്. നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ഒരു കംഫർട്ട് പ്ലേസ്, ആ ഒരു കംഫർട്ട് സോൺ എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെ പേഴ്സൻ്റേതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് നിങ്ങളിപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം ആ ഒരു സിറ്റുവേഷൻസും അവരുടെ മറ്റുള്ള ഫീച്ചേഴ്സും ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.